ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പിക്സൽ ടാപ്പിൻ്റെ ക്ലെയിം ബട്ടൺ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ക്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സ്റ്റേക്ക് ചെയ്യുക എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ്. വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക, അല്ലാതെ നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടാക്കരുത്. അതുകൊണ്ടാണ് അവസാനം വരെ കാണാൻ പറഞ്ഞത്. സോ നിങ്ങളുടെ ഓരോ ലെവലിനനുസരിച്ച് അവർ നിങ്ങൾക്ക് ഓരോ പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ പോയിന്റ്സ് അനുസരിച്ചാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുക. സോ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ എങ്ങനെയാണ് ഇത് നിങ്ങളുടെ അലോക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ലെവൽ 1 to 4 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ റിവാർഡ് ആയിരിക്കും. ലെവൽ 5 to 7 ആണെന്നുണ്ടെങ്കിൽ 230 ടോക്കൺ കിട്ടിയിട്ടുണ്ടാവും. ലെവൽ 8 to 9 ആണെന്നുണ്ടെങ്കിൽ 690 ടോക്കൺ കിട്ടിയിട്ടുണ്ടാവും. ലെവൽ 10 ആണെന്നുണ്ടെങ്കിൽ 5210 ടോക്കൺ കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ അപ്പുറത്തുള്ള എമൗണ്ട് എന്ന് പറയുന്നത് അതൊരു റിയൽ എമൗണ്ട് ആയിരിക്കില്ല. ഇതിനനുസരിച്ച് മാർക്കറ്റിലെ വാല്യൂ എപ്പോഴും മാറിക്കൊണ്ടിരിക്കാം. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റും അല്ലെങ്കിൽ വാല്യൂ കൂടിക്കൊണ്ടും കുറഞ്ഞുകൊണ്ടും ഇരിക്കാം. ഓക്കെ, ഇനി ഈ എയർ ഡ്രോപ്പ് എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു എന്നുള്ള കാര്യം നോക്കാം. അതായത് സോ എല്ലാ യൂസേഴ്സിനും ഒരു NFT റിവാർഡ് കിട്ടും. അതെങ്ങനെയാണെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതായത് 18-ാം തീയതി വരെയുള്ള നിങ്ങളുടെ ആക്ടിവിറ്റിക്ക് അനുസരിച്ച്, നിങ്ങളുടെ പിക്സൽ ബോട്ടിലെയും ഡാഷ്ബോർഡിലെയും ആക്ടിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്കൊരു NFT തരും. സോ പിക്സൽ ടാപ്പിലാണെന്നുണ്ടെങ്കിൽ കോമൺ ടു ലെജൻഡറി NFT ഉണ്ടാവും. അത് ലെവലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഡാഷ്ബോർഡിലാണെന്നുണ്ടെങ്കിൽ റിവാർഡ്സ് ബേസ്ഡ് ഓൺ ബോട്ട് കൗണ്ട്, ലെവൽസ് ആൻഡ് കംപ്ലീറ്റഡ് ക്വസ്റ്റ്യൻ, ഈ 3 കാര്യങ്ങളാണ് നോക്കുക. സോ ഇത് പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു വിഷമമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ AMAയിലൊക്കെ വന്നിട്ട് ഇവർ പറഞ്ഞിരുന്നത് നിങ്ങളുടെ പോയിന്റ്സ് ആണ് ഏറ്റവും മുഖ്യം, അല്ലാതെ നിങ്ങളുടെ ബോട്ട് കൗണ്ട് ഒന്നും ഒരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവർ ലെവൽസ് കൊണ്ടുവന്നു. പിന്നെ അപ്പോൾ ഇത്ര വരെ കാര്യങ്ങൾ കൊണ്ടുപോലും ഇവരത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇവർ പറഞ്ഞു തന്നിരുന്നില്ല. അതായത് ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഹിൻറ്റെങ്കിലും ചിലപ്പോൾ തരാമായിരുന്നു. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവർ യൂസേഴ്സിന് കുറേ എലിമിനേറ്റ് ചെയ്യാനാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവർ പുതിയ അപ്ഡേറ്റ്സ് കൊണ്ടുവന്നതും നമ്മൾ കുറേ പേര് അത് മിസ്സായതും. ഞാനൊക്കെ ലെവൽ 8 വരെ എത്തിയിട്ടുണ്ടാകുന്നുള്ളൂ. സോ അതിനുള്ള റിവാർഡ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇവരെ പറയുന്നത് ഇമ്മീഡിയറ്റ് വിഡ്രോവൽ ഓഫ് പിക്സ് ഗ്രാൻഡ്സ്, അതായത് നിങ്ങൾക്കിപ്പോൾ 5210 കോയിൻ കിട്ടിയിട്ടെന്ന് വിചാരിക്കുക. സോ അത് നിങ്ങൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫുള്ള് പൈസ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ ക്ലെയിം ചെയ്ത് നമുക്ക് നേരെ പോകുന്നത് ഡാഷ്ബോർഡിലേക്ക് സ്റ്റേക്ക് ചെയ്യാനാണ് പോകുക. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അൺസ്റ്റേക്ക് ചെയ്ത് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ 10% മാത്രമായിരിക്കും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക. ബാക്കിയുള്ള എമൗണ്ട്, അതായത് 5210-ൻ്റെ 521 രൂപ 521 കോയിൻ മാത്രമായിരിക്കും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക. ബാക്കിയുള്ള കോയിൻസ് എല്ലാതും 90% കമ്മ്യൂണിറ്റി ഇൻസെൻറ്റീവ് പൂളിലേക്കായിരിക്കും പോവുക. അത് പിക്സൽവേഴ്സ് കമ്മ്യൂണിറ്റിയിലേക്കായിരിക്കും റിവാർഡ് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആക്സസ് അടക്കം നഷ്ടപ്പെടാം. സോ ഇപ്പോൾ നിങ്ങൾ ആർക്ക് കോയിൻ കിട്ടിയതായിരുന്നെങ്കിലും നിങ്ങൾ ഇപ്പോൾ അത് പിൻവലിക്കാനായിട്ട് നോക്കണ്ട. കാരണം അതെന്തുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റേക്കിംഗ് പീരീഡും അത് എത്ര നാളാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പറയാം. നേരത്തെ പറഞ്ഞ പോയിന്റിനെ ഒരു സാധൂകരിക്കുന്നതാണ് നമ്മുടെ വിക്ടർ എന്ന് പറഞ്ഞ പുള്ളി. അതായത് നമ്മുടെ ടൺ ബ്ലോക്ക് ചെയിനിലെ ഒരു ടോക്കറാണ്, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. സോ അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അയാൾ തന്നെ ഡിസപ്പോയിൻറ്റഡ് ആയി. കാരണം 30% സപ്ലൈ ആണ് എയർ ഡ്രോപ്പ് ഫാമേഴ്സിനായിട്ട് അവർ മാറ്റി വെച്ചത്. നോട്ട് കോയിൻ 94% മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ ഇവർ മെയിനായിട്ട് പ്രോജക്റ്റ് നോക്കിയത് അവരുടെ സോൾ പ്രോജക്റ്റിലേക്കാണ്. പക്ഷേ നോട്ട് കോയിൻ നോക്കിയത് കംപ്ലീറ്റ്ലി കമ്മ്യൂണിറ്റിനാണ് നോക്കിയത്, അല്ലാതെ അവരുടെ സെൽഫ് ഡെവലപ്മെൻറ്റ് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അവർ കൊണ്ടുവന്ന കോയിൻ കംപ്ലീറ്റ്ലി കമ്മ്യൂണിറ്റി കൊടുക്കാന്നുള്ള സ്കീമിലായിരുന്നു അവർ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഡ്രോപ്പ് വന്നപ്പോൾ ഇവർ തന്നെ ഈ വിക്ടറൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തന്നെ ഇനി ഇവരെ കുറിച്ചൊരു പോസ്റ്റ് ഇടില്ല, അതായത് ബിട്രേ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ AML, ഇയാൾ ഹോസ്റ്റ് ചെയ്ത AML തന്നെ ഇയാൾ സംസാരിച്ചിരുന്നു. അതായത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിരുന്നു, നിങ്ങളുടെ പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ്, അല്ലാതെ നിങ്ങളുടെ ബോട്ട്സ് ലെവലോ വേറെ ഒന്നുമല്ല, പോയിന്റ്സിന് നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്യാൻ നോക്കാൻ പറഞ്ഞു. സോ അവർ പറഞ്ഞതനുസരിച്ച് തന്നെയാണ് ഇയാൾ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിനെ ബേസ് ചെയ്ത് ഒരുപാട് പേര് അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഫോളോ ചെയ്ത ആൾക്കാർ തന്നെ വിക്ടറിൻ്റെ പേജിലൊക്കെ വന്ന് കുറേ പേര് ചീത്തയും തെറിയൊക്കെ വിളിച്ച് നമ്മൾ കാണാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെയാണ് വിക്ടർ പബ്ലിക്കായിട്ടൊരു അപ്പോളജി ഇട്ടത്. കാരണം അവരുടെ വാക്ക് കേട്ട് ചെയ്ത എല്ലാവരും പെട്ടുപോയിട്ടുണ്ട്. കാരണം അവരുടെ ബോട്ട് ലെവൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാതെ, ഈവൻ ഡാഷ്ബോർഡിൽ ഒന്നും നോക്കാതെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഭൂരിഭാഗം സമയം ഡാഷ്ബോർഡിൽ ബഗ്ഗും കാര്യങ്ങളായിരുന്നു. നമ്മളൊരു ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ആ ക്വസ്റ്റ് കംപ്ലീറ്റ് ആവാറില്ല. സോ അതുപോലെ തന്നെ ഒരുപാട് ബഗ് ഉണ്ടായിരുന്നു ഡാഷ്ബോർഡിൽ. പക്ഷെ അതൊന്നും ഫിക്സ് ചെയ്യാതെ 18-ാം തീയതി അവർ പെട്ടെന്ന് തന്നെ ഒരു സ്നാപ്ഷോട്ട് എടുത്തു. ആ സ്നാപ്ഷോട്ടിൽ ഒട്ടുമിക്ക ആൾക്കാരുടെയും ക്വസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിവാർഡ് കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ നമ്മളിങ്ങനെ ക്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ 3 വാലറ്റും കാണിക്കുന്നുണ്ട്. അതിനർത്ഥം നിങ്ങൾ 3 വാലറ്റും കണക്ട് ചെയ്ത് ചെയ്യാനല്ല, അതിലേതെങ്കിലും ഒരു വാലറ്റ് പിക്സൽ ടാപ്പിലും പിക്സൽ ഡാഷ്ബോർഡിലും കോമൺ ആക്കി വയ്ക്കുക. ആ വാലറ്റ് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലാതെ എല്ലാ വാലറ്റും പോയിട്ട് ചെയ്യരുത്. ഞാൻ 3 വാലറ്റ് കാണിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരുടെ കയ്യിൽ ചില വാലറ്റ് മാത്രം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് 3 വാലറ്റ് കാണിച്ചിരുന്നത്. ഓക്കെ, ഇനി ഒരു രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ പേർക്കുള്ള ഡൗട്ടാണ്, ഇതോടെ നിർത്തണോ എന്നുള്ളൊരു ഡൗട്ട്. അതിനുള്ള ആൻസറും എൻ്റെ കയ്യിലുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇനി ലെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇനി നിങ്ങൾ ഈ ബോട്ടിൽ ലെവലപ്പ് ചെയ്യുകയാണ്, ഫ്യൂച്ചറിൽ നിങ്ങൾ ബോട്ടിനെ അപ്ഗ്രേഡ് ചെയ്യുന്നു, പോയിന്റ്സ് അക്യുമുലേറ്റ് ചെയ്യുന്നു, എല്ലാ ടാസ്കുകളും തീർക്കുന്നു, ഇനി നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഇതിൽ ഇനി ഈ എയർ ഡ്രോപ്പിൽ ഇനി അത് കാൽക്കുലേറ്റ് ചെയ്യുകയില്ല.
അതായത് ഇപ്പോൾ നിങ്ങളുടെ ക്ലെയിം ബട്ടണിൽ എന്താണോ കാണുന്നത് അതാണ് നിങ്ങളുടെ റിവാർഡ്. നിങ്ങൾക്ക് 0 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 0 ആയിരിക്കും. നിങ്ങൾക്ക് 680 ആണെന്നുണ്ടെങ്കിലും 680 ആയിരിക്കും. അതിൽ കൂടാനോ കുറയാനോ പോകുന്നില്ല. കാരണം ഇവർ ഓൾറെഡി സ്നാപ്ഷോട്ട് എടുത്ത് കഴിഞ്ഞു. സ്നാപ്ഷോട്ട് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സ്നാപ്ഷോട്ട് എടുത്ത് കഴിഞ്ഞു. ഇനി സ്നാപ്ഷോട്ട് ഇനി ഇവിടെ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. സോ ഇനി നിങ്ങൾ അവർ എന്ത് അപ്ഗ്രേഡ് ചെയ്താലും അതിനനുസരിച്ച് ഇനി നിങ്ങൾക്കൊരു റിവാർഡ്, അതായത് ഇനി നിങ്ങൾക്ക് ഇതിലൊരു എയർ ഡ്രോപ്പിൽ കൂടുതൽ ടോക്കൺസ് കിട്ടാനായിട്ട് ചാൻസ് ഇല്ല എന്നാണ് അതിനർത്ഥം. പക്ഷേ അതിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇനി ഡിസ്കറേജ് ആവരുത്. പിക്സൽ ടാപ്പ് ആൻഡ് ഡാഷ്ബോർഡ് ഹാവ് പ്ലെൻറ്റി ഓഫ് സർപ്രൈസ് ഇൻ സ്റ്റോർ ഫോർ യു. സോ അത് നിങ്ങൾ കീപ് യൂസിങ് ദം, യു വിൽ ഡിസ്കവർ ദെയർ ഫ്യൂച്ചർ യൂസ്ഫുൾനെസ്. അതായത് നിങ്ങൾ ഇനിയും ഇതിനുള്ളിൽ അക്യുമുലേറ്റ് ചെയ്തുണ്ടാക്കുന്ന പോയിന്റ്സ് ആയാലും ബോട്ട്സ് ആയാലും ചിലപ്പോൾ അതുകൊണ്ട് ഇനിയും കൂടുതൽ ഫ്യൂച്ചേഴ്സിൽ യൂസ് ഉണ്ടാവാം. കാരണം ഇവർ പറഞ്ഞിട്ടുണ്ട്, ഇവർ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോയിൻസ് നിങ്ങൾക്ക് അവരുടെ ഗെയിമിലേക്ക് വരുന്നുണ്ട്. പിക്സൽ വേഴ്സ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഗെയിം വരുന്നുണ്ട്. അതുപോലെ തന്നെ പിക്സൽ ചെയിൻ വരുന്നുണ്ട്. സോ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിർത്തണ്ട. അതായത് നിങ്ങൾ ഫുള്ളി കോൺസെൻട്രേഷൻ വേണമെങ്കിൽ കൊടുക്കണ്ട, പക്ഷേ ഒരു ചെറിയ എമൗണ്ട് ടൈം ഇതിൽ കൊടുത്ത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യുന്ന ടാസ്കുകളും ക്ലെയിം ചെയ്യുന്ന ടാസ്കുകളും നിങ്ങൾക്ക് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭാവിയിൽ ചിലപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഈ എയർ ഡ്രോപ്പിൽ ഇനി വരുമ്പോൾ, അതായത് ഇനി 20% എയർ ഡ്രോപ്പ് കൂടി വീണ്ടും വരാൻ പോകുന്നുണ്ട്. സോ അതിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരാം. സോ അതിന് നമുക്കിവിടെ ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ അവർ പറഞ്ഞിട്ടുണ്ട്. 10% എയർ ഡ്രോപ്പിന് പുറമെ 20% പിക്സഫ്ലൈ വിൽ ബി റിവാർഡഡ് ടു യൂസേഴ്സ് ഇൻ ഓർഡർ ടു ബൂട്ട്സ്ട്രാപ്പ് ആൻഡ് ഇൻസെൻറ്റിവൈസ് ദ യൂസ് ഓഫ് പിക്സൽ ചെയിൻ. അതായത് പിക്സൽ ചെയിനിൽ ഇനി വരാൻ പോകുന്നുണ്ട്. സോ അത് ടെക്സ്റ്റ്നെറ്റ് പോലെയൊക്കെ വരികയാണെങ്കിൽ അത് യൂസ് ചെയ്ത് അതിനുള്ള ബഗ്സ് തീർക്കുക. അല്ലെങ്കിൽ ബഗ്സ് തീർക്കാൻ നമുക്ക് പറ്റില്ല, പക്ഷേ ബഗ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് അവരെ എക്കോസിസ്റ്റം മര്യാദയ്ക്ക് യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് 20% സപ്ലൈ കൂടിയാണ് വരാൻ പോകുന്നത്. സോ ഇപ്പോൾ ഇതുവരെ 10% സപ്ലൈ വന്നിട്ടുള്ളൂ. സോ ആ ഒരു സാധനം ഡിപ്ലോയ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ കൂടുതൽ ആക്ടിവിറ്റി ചെയ്ത് കൂടുതൽ ക്വസ്റ്റുകൾ തീർക്കും, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാർക്ക് 20% സപ്ലൈ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഇതോടുകൂടി പിക്സൽ ടാപ്പിൽ കുറേ പേര് നിർത്തിപ്പോവും. സോ ആ ഒരു സംഭവത്തിലേക്ക് ചിലപ്പോൾ കുറവ് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അവിടെ കിട്ടാൻ പോകുന്നത് കൂടുതൽ റിവാർഡാണ്, 20% സപ്ലൈ ആണ് കിട്ടാൻ പോകുന്നത്. സോ അതിൽ വേണമെങ്കിൽ അത് ഇറങ്ങുമ്പോൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ വീണ്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും മുന്നോട്ട് പോയിട്ട് കൂടുതൽ ടോക്കൺസ് വേണമെങ്കിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരെ എയർ ഡ്രോപ്പ് എങ്ങനെ ക്ലെയിം ചെയ്യാന്നുള്ള കാര്യത്തിലേക്ക് പോകാം. സോ അതിനായിട്ട് നമുക്ക് ഇവിടെ പിക്സ് പൈ എന്ന് പറഞ്ഞ ഡാപ്പിൽ ബോട്ടിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ ക്ലെയിം എന്ന് പറഞ്ഞ ബട്ടൺ കാണും. ആ ക്ലെയിം എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന NFT കാണാൻ പറ്റും. ചിലവർക്ക് അൺകോമൺ ആയിരിക്കും, നിങ്ങളുടെ ലെവലിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ NFT അവിടെ ഉണ്ടാവുക. സോ NFT 25-ാം തീയതിയാണ് ക്ലെയിം ചെയ്യുക, അല്ലാതെ ഇപ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആ ക്ലെയിം ബട്ടൺ വരുമ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ക്ലെയിം ചെയ്യാൻ നോക്കുക. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര റിവാർഡാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ലെവലിനനുസരിച്ചുള്ള റിവാർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ 690 ആണ് എനിക്ക് കിട്ടുന്ന റിവാർഡ്. സോ അവിടെ ഞാൻ ക്ലെയിം പിക്സ്5 കൊടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഒരു വാലറ്റ് അഡ്രസ്സ് അവിടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളുടെ എന്ത് വാലറ്റ് അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കറക്റ്റായിട്ട് തീരുമാനിച്ചിരിക്കണം. നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ബൈബിറ്റിൽ നിന്നും ബിനാൻസിൽ നിന്നൊക്കെ ഡെപ്പോസിറ്റ് അഡ്രസ്സാണ് എടുത്തിട്ടുണ്ട്. അതൊക്കെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളാണ്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വാലറ്റുകളുണ്ട്. അതായത് മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ്, OKX വാലറ്റ്, ബൈബിറ്റ് വാലറ്റ്, ഇങ്ങനത്തെ വാലറ്റുകളുണ്ട്. ഈ വാലറ്റുകളുടെ ഇതീറിയത്തിൻ്റെ അഡ്രസ്സാണ് നമ്മൾക്ക് ഇവിടെ എടുക്കേണ്ടത്. സോ 3 ഞാനിപ്പോൾ കാണിച്ചു തരാം. ആ 3 വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. 3 കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. ആ 3 വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കണക്ട് ചെയ്യാം. സോ നോൺ കസ്റ്റോഡിയൻ വാലറ്റ് അഡ്രസ്സും ഉണ്ട്. സോ ആദ്യം തന്നെ ഞാൻ പോകുന്നത് മെറ്റാമാസ്കിൻ്റെ നോൺ കസ്റ്റോഡിയൻ വാലറ്റ് അഡ്രസ്സ് എങ്ങനെയാണ് എടുക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഇതാണ് നമ്മുടെ മെറ്റാമാസ്ക് ഒക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാതെ സെറ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ട് മുന്നത്തെ 2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവിടെ പോയിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ മെറ്റാമാസ്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ മെയിൻ നെറ്റ്വർക്ക് എതീറിയം മെയിൻ നെറ്റ്വർക്ക് ആയിരിക്കും ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് നെറ്റ്വർക്ക് കാണാൻ പറ്റും. അവിടെ എതീറിയം നെറ്റ്വർക്ക് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. എതീറിയം നെറ്റ്വർക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഇവിടെ കാണുന്ന ഒരു അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സ് വെറുതെ കോപ്പി ചെയ്താൽ മതി. ആ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് നേരെ നമ്മുടെ ബോട്ടിലേക്ക് വരിക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ പരിപാടി. എന്നിട്ട് ക്ലെയിം കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് OKX വാലറ്റാണ്. ഇതാണ് ഇപ്പോൾ OKX വാലറ്റ്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, റിസീവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുവർ ആക്കാനായിട്ട് എതീറിയം എന്ന് സെർച്ച് ചെയ്യാം. ETH എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഫസ്റ്റത്തെ എതീറിയം കണ്ടും എതീറിയം എന്ന് മാത്രം ചെയ്തിട്ടുള്ളത്. ആ എതീറിയം സെലക്ട് ചെയ്യുക. അവിടെ നമുക്കൊരു അഡ്രസ്സ് കിട്ടും. അതാണ് നമ്മുടെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് പറയുന്നത് വാലറ്റിലെ. അതെടുക്കുക, നേരെ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇതിൽ OKX വാലറ്റിലെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അടുത്തത് ബൈബിറ്റ് വാലറ്റിലെ അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ ബൈബിറ്റിൽ Web3 എന്ന് പറയുന്നത് അവിടെ നമ്മൾ വാലറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും. ആ വാലറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഡെപ്പോസിറ്റ് എന്നൊരു ബട്ടൺ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് എതീറിയം എന്നിവിടെ ഓൾറെഡി കിടക്കുന്നുണ്ടാവും. ആ എതീരിയത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡെപ്പോസിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അഡ്രസ്സ് കിട്ടും. അതാണ് നമുക്ക് ക്ലിക്കേണ്ടത്. സോ ഞാനിവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് ബൈബിറ്റ് വാലറ്റാണ്. സോ ബൈബിറ്റ് വാലറ്റ് നമുക്ക് എവിടെയുണ്ട്, ഡാഷ്ബോർഡിലും ഇവിടെയും അവൈലബിൾ ആയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ബൈബിറ്റ് വാലറ്റ് എടുക്കുന്നത്. അപ്പോൾ ബൈബിറ്റ് വാലറ്റിൻ്റെ കോപ്പി അഡ്രസ്സ് ഞാൻ എടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഞാൻ നേരെ തിരിച്ച് നമ്മുടെ പിക്സൽ ടാപ്പ് ഡാഷ്ബോർഡിലേക്ക് വരുന്നു.
അവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ അഡ്രസ്സ് അടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ അഡ്രസ്സ് അവിടെ ഞാൻ അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, യെസ് ഐ എൻറ്റേഡ് നോൺ കസ്റ്റോഡി വാലറ്റ് കൊടുക്കുന്നു. ഇനി നിങ്ങൾ ബൈബിറ്റിലെ വെബ് എക്സ്ചേഞ്ചിൽ നിന്നോ അല്ലെങ്കിൽ ബിനാൻസിൻ്റെ എക്സ്ചേഞ്ചിൽ നിന്നോ അവിടെ നിന്നാണ് നിങ്ങൾ അഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഡെപ്പോസിറ്റ് അഡ്രസ്സ് എടുത്ത് വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എവിടെയും കിട്ടാതെ പോകും. ആ എക്സ്ചേഞ്ചിലേക്ക് നിങ്ങളത് ബേൺ ആയി പോകുമെന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ആർക്കും കിട്ടില്ല, അത് ആ ടോക്കൺസ് വെറുതെ പോകും. സോ നിങ്ങൾ വാലറ്റിൽ നിന്നാണ് ഈ അഡ്രസ്സ് എടുക്കുന്നത് എന്ന് മസ്റ്റായിട്ട് ഉറപ്പിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം ഞാൻ ചെയ്തു ക്ലെയിം പിക്സ്ഫൈ കൊടുക്കുന്നു. അപ്പോൾ അത് കൊടുത്ത് 2-3 പ്രാവശ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യേണ്ടി വരും, കാരണം ഒരുപാട് യൂസേഴ്സ് വർക്ക് ചെയ്യുന്നതാണ്. സോ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കും കാട്ടുക, നിങ്ങളുടെ ക്ലെയിം പിക്സ്ഫൈ കിട്ടിയിട്ടുണ്ട്. അത് എവിടേക്കാണ് പോയിട്ട്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ നിങ്ങളുടെ വാലറ്റിലേക്കോ അല്ല പോയിരിക്കുന്നത്. അത് എവിടേക്കാണ് പോയിരിക്കുന്നത്, നിങ്ങളുടെ നേരെ ഡാഷ്ബോർഡിലേക്കാണ് പോയിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കലായിട്ട് ഇവിടെ നിന്ന് അത് സ്റ്റേക്ക് ആയി പോയിട്ടുണ്ട്. സോ നമ്മളത് ഗോ ടു സ്റ്റേക്കിംഗ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് പോകും, നേരെ നമ്മൾ ഡാഷ്ബോർഡിലേക്കാണ് നമ്മൾ റീഡയറക്റ്റ് ആയി പോകുക. സോ ഇവിടെ തുറന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വാലറ്റ് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ അവിടെ കണക്ട് ചെയ്തതൊന്നും ബൈബിറ്റ് ആയിരുന്നു. നിങ്ങൾ ഏത് വാലറ്റിൻ്റെ അഡ്രസ്സാണ് കൊടുത്തത് അതേ വാലറ്റ് തന്നെ കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാൻ ട്രസ്റ്റ് വാലറ്റ് കൊടുക്കാത്തത്, ട്രസ്റ്റ് വാലറ്റ് ഇവിടെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ട്രസ്റ്റ് വാലറ്റ് കൊടുക്കാത്തത്. മെറ്റാമാസ്കോ ബൈബിറ്റോ OKX മാത്രമാണ് കൊടുക്കേണ്ടത്. സോ ഞാൻ ബൈബിറ്റാണ് അവിടെ കൊടുത്തത്. സോ ഞാൻ ബൈബിറ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബൈബിറ്റ് കണക്ട് എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഇതൊരു റീഡയറക്റ്റ് ഇതൊരു പേജിലേക്ക് പോകും, അവിടെ അത് വർക്ക് ആവില്ല. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബാക്ക് അടിച്ചതിന് ശേഷം ഈ മേലെ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ ബൈബിറ്റിലേക്ക് നേരെ തിരിച്ചു വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈബിറ്റിൻ്റെ സ്ക്രീൻ. അവിടെ ഡാപ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും. ആ ഡാപ്സ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെർച്ച് ഡാപ്സ് എന്ന് കാണാൻ പറ്റും. അവിടെ നമ്മൾ കോപ്പി ചെയ്ത ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യുക. അതിന് അവസാനം സ്റ്റേക്കിംഗ് എന്ന് കാണാം, അത് മാച്ച് കളയുക. അതിനുശേഷം എന്ത് ചെയ്യുക, സെർച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു സെർച്ച് റിസൾട്ട് വരും. അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു കൺഫേം എന്ന സാധനം വരും. ആ കൺഫേം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് തുറന്നു വരും. അവിടെ നിങ്ങൾ എതീറിയം എന്ന് പറഞ്ഞ് ചൂസ് ചെയ്തിട്ട് കാണാൻ പറ്റും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, കണക്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ബട്ടൺ ആവുക. അപ്പോൾ നമ്മൾ ഗോ ടു രജിസ്ട്രേഷൻ അടിക്കുക. നേരത്തെ അവിടെ കൊടുത്ത ഇമെയിൽ ഐ ഡി എന്താണോ അതേ ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കുക, ഡാഷ്ബോർഡിൽ കൊടുത്തത്. അപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി അവൻ അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്യുക. അപ്പോൾ സൈൻ ഇൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നമ്മുടെ പ്രൊഫൈൽ ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റേക്കിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ വരുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പിക്സൽ ടാപ്പിൽ നിന്ന് സെൻഡ് ചെയ്ത സ്റ്റേക്കിംഗ് ടോക്കൺസ് ഇവിടെ മസ്റ്റായിട്ട് കാണണം. അതായത് നിങ്ങളുടെ കണക്ഷൻ സക്സസ്ഫുൾ ആയി എന്നർത്ഥം. ഓക്കെ, ഓൾറെഡി ബൈബിറ്റായിട്ട് കണക്ട് ആയിട്ടുണ്ട്. സോ നിങ്ങളുടെ കണക്ഷൻ സക്സസ്ഫുൾ ആയി. ഇതിൽ ഓരോ ഓപ്ഷൻസ് നമ്മൾ നോക്കാം. അതിന് മുന്നായിട്ട് നമ്മൾ ഈ 3 ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏർലി അഡോപ്റ്റ് എന്ന് കാണാം. അതായത് കുറേ പേർക്ക് പിക്സൽ ടാപ്പിൽ കുറേ പോയിന്റ് ഇട്ടുണ്ടാവും, ഡാഷ്ബോർഡിലും അവരെ ആക്ടിവിറ്റി അനുസരിച്ച് പോയിന്റ് ഇട്ടുണ്ടാവും. അതായത് അവരുടെ ബോട്ടുകളൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും പോയിന്റ് ഇട്ടുണ്ടാവും. സോ ഇവിടെ എനിക്ക് കിട്ടുന്ന അൺകോമൺ എന്ന് പറഞ്ഞാൽ NFT ആണ്. സോ എനിക്കത് ഇപ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റില്ല, 115 അവർ കഴിയണം. അതുപോലെ തന്നെ ഡാഷ്ബോർഡിൽ എനിക്ക് 0 ടോക്കൺസ് ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലെയിം പിക്സ്ഫൈ നിൽക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് നിങ്ങൾ ഏത് വാലറ്റാണ് ചെയ്യുന്നത് അതിൻ്റെ റിസീവിൽ പോയിട്ട് അല്ലെങ്കിൽ അവിടെ പോയിട്ട് എതീരിയത്തിൻ്റെ അഡ്രസ്സ് എടുക്കുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ക്ലെയിം പിക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത് കാണാൻ പറ്റും. അതിനുശേഷം അത് എവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും, നമ്മൾ ഇവിടെ വന്നിട്ട് സ്റ്റേക്കിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അത് സ്റ്റേക്കിങ്ങിൽ ആ ടോട്ടൽ കോയിൻസ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇവർ പറഞ്ഞ് 2 മെത്തേഡും പാലിച്ചിട്ടില്ല. അതായത് ഡാഷ്ബോർഡിലുള്ള പിക്സ് കോയിൻസും ടാപ്പിലുള്ള 5 കോയിൻസ് കൂട്ടിയിട്ടാണ് എയർ ഡ്രോപ്പ് എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ അതൊന്നും എയർ ഡ്രോപ്പ് വന്നപ്പോൾ നടന്നിട്ടുണ്ടായില്ല. എല്ലാ വാക്കുകളും തെറ്റിച്ച് അവരൊരു വേറൊരു ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ ആണ് കൊണ്ടത്. സോ നമുക്കിതിൽ ഓരോ ഓപ്ഷൻസ് നോക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് 690 പിക്സ്ഫൈ ഉണ്ട്, നിങ്ങൾക്കത് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 690 നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ആകെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് ഇതിന് 10% മാത്രമാണ്. അതായത് 69 കോയിൻ മാത്രമാണ് എനിക്കിപ്പോൾ എൻ്റെ അവസ്ഥയിൽ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വിഡ്രോ ചെയ്യണമെന്നുള്ളവർക്ക് ഇവിടെ സ്റ്റേക്കിംഗ് എന്ന് ഇവിടെ ഒരു വിഡ്രോ ബട്ടൺ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺസ്റ്റേക്ക് എന്നൊരു ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ 10% നിങ്ങളുടെ വാലറ്റിലേക്ക് ചെല്ലും. ഞാൻ എന്തായാലും അൺസ്റ്റേക്ക് ചെയ്യാൻ പോകുന്നില്ല. ഞാനിതെങ്ങനെ തന്നെ വെക്കാൻ പോകുന്നത് 2 കൊല്ലമാണെങ്കിൽ 2 കൊല്ലം അത് അവിടെ കിടന്നോട്ടെ എന്നുള്ള തിങ്കിങ്ങിലാണ് ഞാൻ പോകുന്നത്. നിങ്ങൾക്ക് അത്ര ആവശ്യമുള്ളവരാണെന്ന് നിങ്ങൾ അൺസ്റ്റേക്ക് ചെയ്തു. പക്ഷേ നിങ്ങൾ കളയാൻ പോകുന്നത് ആകെ 90% നിങ്ങളുടെ കോയിൻസ് മൊത്തം പോകും, 10% മാത്രമാണ് കിട്ടുക. സോ ഞാൻ ബെറ്റർ പറയുന്നത് അൺസ്റ്റേക്ക് ചെയ്യേണ്ട, ആ കോയിൻസ് ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. ഇപ്പം നിങ്ങൾക്ക് വാലറ്റിലോട്ടോ ബാങ്കിലോട്ടോ വലിക്കാനായിട്ട് സാധിക്കില്ല. സോ ഇങ്ങനെ തന്നെ വെക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അൺസ്റ്റേക്ക് ചെയ്ത് വാലറ്റിലേക്ക് കൊണ്ടുവന്ന ഓപ്ഷൻ നോക്കാൻ പറ്റും. ആവശ്യമുള്ളവർ അങ്ങനെ ചെയ്തു. ഞാൻ എന്തായാലും എൻ്റെ ബേസിസ് പ്രയോറിറ്റിയിൽ ഞാൻ എന്തായാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഇവിടെ അടുത്ത് കാണാവുന്ന ഒരു സംഭവമാണ് ഡ്രോപ്പ് ടിക്കറ്റ്സ് വന്നത്. ഈ ഡ്രോപ്പ് ടിക്കറ്റ്സ് എന്തിനെ ബേസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റേക്ക് ചെയ്തിരിക്കുന്ന കോയിൻസിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഡ്രോപ്പ് ടിക്കറ്റ്സ് കിട്ടുക. അതുപോലെ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ഡ്രോപ്പ് ടിക്കറ്റ്സ് കിട്ടും എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് ആയിട്ട് എന്താണ് ഈ ഡ്രോപ്പ് ടിക്കറ്റ്സ് എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്.
അപ്പോൾ സ്റ്റേക്ക് ചെയ്തവർക്ക് അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ 100 പിക്സ്5 ടോക്കൺ സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു DT കിട്ടും. അതായത് അവിടെ കാണുന്ന ഒരു ടിക്കറ്റ് ഇല്ലേ, ആ ടിക്കറ്റ് നിങ്ങൾക്ക് ഒരെണ്ണം കിട്ടും. ഡ്രോപ്പ് ടിക്കറ്റ് എന്നാണ് പറയുന്നത്. സോ 24 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു DT കിട്ടും. അടുത്ത അപ്പോൾ നിങ്ങളുടെ എത്ര കോയിൻസ് ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ DT കിട്ടുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ 680 കോയിനാണുള്ളത്. സോ അതുകൊണ്ട് 690 കോയിനാണുള്ളത്. സോ അതുകൊണ്ട് എനിക്ക് എത്ര DT കിട്ടും? 6.9 DT ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. സോ ആ DT കൊണ്ട് എന്താണ് കാര്യം? അതായത് ഒരു ലൂട്ട് ബോക്സ് ഇവൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. നമുക്കിവിടെ നേരെ ഡാഷ്ബോർഡിലോട്ട് പോയി കഴിഞ്ഞാൽ സോ ഇവിടെ ഒരു 13 ഡേയ്സ് എന്ന് പറഞ്ഞൊരു കൗണ്ട് ഡൗൺ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോ ദിവസം 6.9 ടിക്കറ്റ് വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ അൺസ്റ്റേക്ക് ചെയ്ത് വലിക്കുകയാണെങ്കിൽ അവരുടെ 90% കോയിൻസ് ഉണ്ടല്ലോ, അത് ഈ സ്റ്റേക്കിംഗ് പൂളിലേക്ക് തന്നെയാണ് വരിക. സോ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടേക്ക് എന്ത് ചെയ്യാം, അഡീഷണൽ ആയിട്ട് കോയിൻസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യുന്ന ആൾക്കാർ 90% ഈ സ്റ്റേക്കിംഗ് കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെയാണ് വരിക. സോ അവർക്ക് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ DT കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 13 ദിവസം കഴിയുമ്പോൾ ഒരു കൗണ്ട് ഡൗൺ ഓടും. ആ കൗണ്ട് ഡൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ DT കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു റിവാർഡ് കാണാൻ പറ്റും. ആ റിവാർഡിൽ ഏതെങ്കിലും ഒരു ലൂട്ട് ബോക്സ് റിവാർഡായിരിക്കും. അതിനുള്ളിൽ എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. ആ റിവാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഡ്രോപ്പ് ടിക്കറ്റ് റിവാർഡ് സെക്ഷനാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി പറഞ്ഞു 13 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഡ്രോപ്പ് ടിക്കറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു റാഫിൾ, അതായത് ഒരു പൂളിലേക്ക് വിടും. അവിടെ നിങ്ങൾക്ക് ഒരു ലൂട്ട് ബോക്സ് കിട്ടും, അതിനനുസരിച്ചും കിട്ടുക. സോ അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ലൂട്ട് ബോക്സ് കോമൺ, അൺകോമൺ, റയർ, എപ്പിക്, ലെജൻഡ് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതിനുള്ളിലുള്ളത് ഈ ഗെയിമിലുള്ള ഓരോ ഐറ്റംസ് ആണ്. അതായത് ബൂട്ട്, ക്ലോത്ത്സ്, ലെജൻഡ് ക്ലോത്ത്, ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോത്ത്സ് ആണല്ലോ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാനോ അതിനുള്ള ഫ്യൂച്ചേഴ്സിലുള്ള അസറ്റുകളായിരിക്കും ഈ ഗെയിമിനുള്ളത്. അത് നിങ്ങൾക്ക് അവിടെ സെല്ല് ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ റിവാർഡായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഐറ്റംസ് ഫ്രോം ലെജൻഡറി ലൂട്ട് ബോക്സ് ആർ എക്സ്ക്ലൂസീവ് ടു സ്റ്റേക്കിംഗ്. ഇറ്റ് മീൻസ് ദാറ്റ് ദർസ് ഓൺലി പ്ലേസ് ടു ഗെറ്റ് ലിമിറ്റഡ് അപ്പാർട്ട്മെന്റ് ആൻഡ് പെൻഡോസ് വാച്ചസ് വിച്ച് ക്യാൻ ഏൺ യു റെന്റൽ ഇൻകം ഇൻ ദ ഫ്യൂച്ചർ ഗെയിം. അതായത് ഇവരുടെ ഗെയിം വരുമ്പോൾ അതിനുള്ള അപ്പാർട്ട്മെന്റ്സും അതുപോലെ തന്നെ പെൻഡോസ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് റെന്റിന് കൊടുക്കാൻ പറ്റും. റെന്റിന് കൊടുക്കാൻ പറഞ്ഞാൽ അതിലുള്ള ലൂട്ട് ബോക്സ്, അതായത് ആ ഗെയിമിനെ ഡിപ്പെൻഡ് ചെയ്ത് ചിലപ്പോൾ എന്തെങ്കിലും ഗൺ സ്മിത്ത് ഒക്കെ എടുത്ത് വെക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പാരൽസ് എടുത്ത് വയ്ക്കാനായിട്ട് ഒരു സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള പ്ലേസിന് റെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കാം. അപ്പോൾ ആ റെൻറ്റ് കൊടുക്കുന്ന വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലൂടെ പിക്സ്5 ആണെങ്കിൽ ഏൺ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഗെയിം ഇൻ ഗെയിം അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ഗെയിം അസറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലൂട്ട് ബോക്സ് വഴി റാഫിൾ ചെയ്ത് 13 ദിവസം കഴിയുമ്പോൾ കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം വന്നിട്ട് നിങ്ങൾക്ക് 5 ദിവസം കഴിയുമ്പോൾ NFT ക്ലെയിം ചെയ്യാൻ പറ്റും. ആ ക്ലെയിം ചെയ്യുന്ന NFT ഗ്യാസ് ഫീ ആയിട്ടാണ് കിട്ടുക. ആ ഗ്യാസ് ഫീ ആയിട്ട് കിട്ടുന്ന NFT എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടേക്ക് കൊണ്ടുവരാം, വീണ്ടും സ്റ്റേക്കിങ്ങിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന റിവാർഡ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടാനുള്ള ചാൻസ് കൂടിയുണ്ട്. സോ സ്റ്റേക്കിംഗ് ആണ് അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റേക്കിംഗ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് റിവാർഡ് കിട്ടാനനുസരിച്ച് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഇൻഫർമേഷൻ കിട്ടുന്ന വീണ്ടും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലേൺ മോർ എന്നൊരു സംഭവം കാണാൻ പറ്റും. ആ ലേൺ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ബോക്സിലും എന്താണ് കിട്ടുക എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. വാട്ട് മേ കണ്ടെയ്ൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണ് കിട്ടുക അറിയാം. അതുപോലെ തന്നെ ലൂട്ട് ബോക്സിനുള്ളിൽ എന്താണ് കിട്ടുക, ഈ DT ടിക്കറ്റ്സ് എന്താണുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം ഉണ്ട്, ഹൗ ടു വിഡ്രോ സെക്ഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദ പെനാൽറ്റി ഓഫ് ദാറ്റ് ഈസ് 60%. അതായത് സ്കിപ്പ് 14 ദിവസം കൂൾ ഡൗൺ കഴിഞ്ഞ് ഇതിന് മുന്നേ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളത് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, അൺസ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പെനാൽറ്റി 16% മാത്രമാണ് ഇതിലുള്ളത്. ഇത് ക്ലിയർ അല്ല, കാരണം 10% ആണ് അവർ ആദ്യം വന്നിട്ടുള്ളത്. പക്ഷേ ഈ 60% എന്തിനുള്ള പെനാൽറ്റി ആണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ടില്ല. അത് എങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻക്രീസ് ചാൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മോർ ടിക്കറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോർ സ്നാപ്ഷോട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മോർ ബോക്സസ് ലേൺ ചെയ്യാൻ സാധിക്കും. സോ ഇത്രയേ ഉള്ളൂ ഇതിലെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ. സോ ഇതിൽ നിങ്ങൾക്ക് എന്തായാലും ഈ 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക, നിങ്ങളെ ക്ലെയിം ചെയ്ത് സ്റ്റേക്കിങ്ങിലേക്ക് കൊണ്ടുപോകാൻ നോക്കുക. നിങ്ങളുടെ ഇഷ്ടമുള്ള വാലറ്റിലേക്ക് കൊണ്ടുവന്നോ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, 2 വാലറ്റും ഡിഫറൻറ്റ് ആവാൻ പാടില്ല. 2 വാലറ്റും സെയിം ആയിരിക്കണം. 2 വാലറ്റും സെയിം ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, റിവാർഡ് കിട്ടുകയുള്ളൂ. ആ കാര്യത്തിൽ മറക്കരുത്. ഇതുപോലെ നിങ്ങൾക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യുന്നതിന് കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി വരുന്ന അറിയിപ്പുകൾ അല്ലെങ്കിൽ ഇനി ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.